എക്സാമിന് ഒന്നും പഠിച്ചില്ലെങ്കിലും അടുത്ത ക്ലാസ്സിലേക്ക് ഈസി ആയിട്ട് പാസ്സായി പോകുമെന്ന് വിചാരിച്ച് ഒന്നും പഠിക്കാതിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ഇത്തവണ ഈ അടുത്തിടെയായിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, നമ്മുടെ കേരള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, ഇനി മുതൽ ഓൾ പാസ് സ്കീം, ആ ഒരു സ്കീം ഇനിയില്ല. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞു തന്നിരുന്നത് നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ പേപ്പർ ഒന്നും ആരും നോക്കില്ല, ടീച്ചേഴ്സ് ആരും ആനുവൽ എക്സാമിൻ്റെ പേപ്പർ ഒന്നും നോക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനത്ര ടെൻഷൻ അടിക്കേണ്ട. ആനുവൽ എക്സാമിന് ഇനി ഒന്നും പഠിക്കാതെയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിലും എന്തായാലും ആനുവൽ എക്സാമിന് നിങ്ങൾ ജയിപ്പിച്ചു വിടും. അങ്ങനെ ഒരു സ്കീമാണ് ഇത്രയും നാൾ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടില്ലേ അല്ലേ? എന്തായാലും എന്തിനാ പഠിക്കുന്നത്, എന്തായാലും എന്നെ ജയിപ്പിച്ചു വിടും, എൻ്റെ മാർക്കൊന്നും ആരും അറിയാൻ പോകുന്നില്ല, പിന്നെ എന്തിനാണ് ടെൻഷൻ, അങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ടിരുന്ന് കൂളായിട്ടിരുന്ന് എന്തായാലും ജയിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഒരു കാര്യം പഠിക്കാതെയാണോ നിങ്ങൾ പോരുന്നത് എങ്കിൽ ഇനി ആ പരിപാടി നടക്കില്ല. കാരണം നമ്മുടെ ഓൾ പാസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ അങ്ങ് നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു സിസ്റ്റം ഈ വർഷം നടപ്പിലാവുന്നത് നമ്മുടെ 8ാം ക്ലാസ്സിലെ മക്കൾക്കാണ്. അടുത്ത വർഷം മുതൽ ഓരോ ക്ലാസ്സുകളിലും ഇനി അത് പ്രാവർത്തികമാവും. 1 മുതൽ 9 വരെയാണ് നമ്മൾ ഈ ഓൾ പാസ് സിസ്റ്റം ഉണ്ടായിരുന്നത്, അതാണ് നമ്മൾ എടുത്തു കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ മക്കളെയാണ് ഈ വർഷം പിടിച്ചിട്ടുള്ളത്. 8ാം ക്ലാസ്സിലെ മക്കൾ ഇനി 9ലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വരുന്ന ആനുവൽ എക്സാമിന് നിങ്ങൾക്ക് മിനിമം 30% മാർക്ക് വേണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ 30% മാർക്ക് കിട്ടിയില്ല എങ്കിൽ അടുത്ത വർഷത്തിലേക്ക് പോകണമെങ്കിൽ ഒരു ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു വെക്കേഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, 2 മാസം, ആ 2 മാസം നിങ്ങൾ സ്കൂളിലേക്ക് പോകേണ്ടി വരും. അവിടെ ഇരുന്ന് നിങ്ങൾ പഠിക്കണം. ആ 2 മാസം നിങ്ങൾക്ക് വെക്കേഷൻ ആയിരിക്കില്ല, നിങ്ങൾക്ക് അതും പഠിക്കാനുള്ള സമയമായിരിക്കും. നിങ്ങൾ ആ സമയത്തിരുന്ന് കൃത്യമായി പഠിച്ച് നിങ്ങൾക്ക് വീണ്ടും ഒരു എക്സാം നടത്തും. ആ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലേക്ക് പ്രവേശനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് ചെറുതായിട്ടുള്ള ഒരു പരിഷ്കരണമാണ് അല്ലേ, ചെറുതായിട്ടൊരു പണി നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചത്, നമ്മൾ സങ്കല്പിച്ചത് മുഴുവൻ ഓണം എക്സാമിൻ്റെ പേപ്പർ ടീച്ചേഴ്സ് എന്തായാലും നോക്കും, അത് ക്ലാസ്സിൽ മാർക്ക് വിളിച്ച് പറയും. അപ്പം മാർക്ക് കുറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠിച്ചേ പറ്റുള്ളൂ. ക്രിസ്മസ് എക്സാമിനും ഇതേപോലെ തന്നെയാണ്, ക്ലാസ് മുഴുവനായിട്ട് നമ്മുടെ മാർക്ക് അറിയും, അതുകൊണ്ട് തന്നെ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ, നാണക്കേടുണ്ടാവും, അറ്റ്ലീസ്റ്റ് ജയിക്കെങ്കിലും വേണം. പക്ഷേ ആനുവൽ എക്സാമിന് കാര്യങ്ങൾ അങ്ങനെയല്ല നമ്മൾ വിചാരിച്ചത്. ആനുവൽ എക്സാമിൻ്റെ പേപ്പർ ടീച്ചേഴ്സ് നോക്കുക പോലും ചെയ്യണ്ടാവില്ല, എന്തായാലും എന്തെഴുതിയാലും ജയിക്കുകയും ചെയ്യും. ഇത്രയും നാളും അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷവും ഉറപ്പായിട്ടും ജയിക്കുമെന്നാണ് നിങ്ങൾ പലരും വിചാരിച്ചത്. എങ്കിൽ ഇനി അതില്ല, ഇനി ഈ വർഷം മുതൽ അതില്ല. ഇപ്പം നിങ്ങൾ 8ാം ക്ലാസ്സിലെ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ ആനുവൽ എക്സാമിന് ഒന്നും പഠിക്കാതെയാണ് എഴുതുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സൂക്ഷിക്കുക, ഇനി അതല്ല. ഓക്കെ, നിങ്ങൾക്ക് മിനിമം 30% മാർക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് ആനുവൽ എക്സാമിനെയും കണ്ടുകൊള്ളാം, സീരിയസ് ആയിട്ട് ഈ ആനുവൽ എക്സാമിന് നല്ലതുപോലെ പഠിക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ പുതിയ ഇങ്ങനെ ഒരു സ്കീം, എന്താണ് അതിൻ്റെ ഒരു ആവശ്യകത? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. 8ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാതെ വെറുതെ പാസ്സായിക്കൊണ്ട് 9ലേക്ക് പോയി. അവിടെ പല കാര്യങ്ങളും 9ൽ എടുക്കുന്ന പല ചാപ്റ്റേഴ്സും 8ാം ക്ലാസ്സിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ നമ്മൾക്ക് അതൊന്നും അറിയില്ല. അപ്പം 9th വളരെയധികം ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ 9th വെച്ച് തന്നെ പഠിപ്പങ്ങ് മോശമാവും, നമ്മൾ പഠിക്കാതെയാവും, ആർക്കോ വേണ്ടി പഠിക്കും. 9th ഇതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും, ആർക്കോ വേണ്ടി എന്തൊക്കെയോ പഠിക്കുന്നു അല്ലേ, എന്തായാലും ജയിക്കുമല്ലോ, 10ലേക്ക് എന്തായാലും നമ്മളെ ജയിപ്പിച്ചു വിടും എന്നാണ് നമ്മുടെ മൈൻഡിൽ. അവസാനം 10ലേക്ക് എത്തുമ്പോഴാണ് കാര്യങ്ങളുടെ സീരിയസ്നെസ് വരിക. കാരണം 10ൽ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പബ്ലിക് എക്സാം ആണ്. ആ പബ്ലിക് എക്സാം ആവുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ മാർക്ക് എല്ലാവരും അറിയും. ജയിച്ചില്ലെങ്കിൽ പരീക്ഷയാണ് അല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, നാണക്കേടാണ്. അപ്പോൾ ആ സമയത്ത് 8ലെയും 9ലെയും ഒന്നും കാര്യങ്ങൾ നമ്മൾ പഠിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ ഓൾ പാസ് സിസ്റ്റം നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ ഒന്നും പഠിക്കാതെ 10ലേക്ക് എത്തും, 10ൽ അവസാനം പണി കിട്ടും. അപ്പം ആ ഒരു അവസ്ഥ വരാതിരിക്കാൻ നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു ഓൾ പാസ് സിസ്റ്റം എടുത്തു കളഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ വരുന്ന ആനുവൽ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, നല്ലതുപോലെ പഠിക്കുക. കാരണം നമുക്ക് ജയിച്ചേ പറ്റുള്ളൂ. അപ്പം നിങ്ങളെ ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ലൈവിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എൻ്റെ കുട്ടികളെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കാം,
അല്ലെ? എന്തൊക്കെ നിയമം വന്നാലും എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ജയിക്കുക തന്നെ ചെയ്യും. നമുക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സാം ഇന്നർ ഫാമിലി നിങ്ങളോടൊപ്പം ഉണ്ട്, നമ്മുടെ ലൈവ് ക്ലാസ്സസുമായിട്ട്. സോ ഒരു ലൈവ് പോലും മിസ് ചെയ്യാതെ എൻ്റെ കുട്ടികൾ കാണുക. നിങ്ങൾക്ക് എന്തായാലും ജയിക്കാൻ എന്നല്ല, നല്ല മാർക്കോട് കൂടി ജയിക്കാനായിട്ട് സാധിക്കും. സോ ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പഠിക്കുക, നല്ല പോലെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ആനുവൽ എക്സാം ഇനി മുതൽ സീരിയസ് ആണ്. സോ അതേ സീരിയസ്നെസ്സിൽ തന്നെ പഠിക്കാൻ താല്പര്യമുള്ള എൻ്റെ കുട്ടികൾ എല്ലാവരും മുടങ്ങാതെ എല്ലാ ലൈവ് ക്ലാസ്സുകളും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യുക. നമുക്ക് ജയിച്ച് കാണിച്ചു കൊടുക്കാം.